രോഗിയുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസ് നടുറോഡിൽ തടഞ്ഞതിൽ ആംബുലൻസ് ഡ്രൈവർക്കെതിരെയും നടപടിയുണ്ടായേക്കും. കാർ ഓടിച്ചിരുന്ന യുവാവിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. ആംബുലൻസ് ഡ്രൈവർ പരാതി പിൻവലിച്ചതിനാൽ പോലീസ് കേസെടുത്തിട്ടുമില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് നടുറോഡിൽ ആംബുലൻസ് ഡ്രൈവറും മെത്തവിൽപ്പനക്കാരായ യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പക്ഷാഘാതമുള്ള രോഗിയുമായി വന്ന ആംബുലൻസിന് സൈഡ് നൽകിയില്ലെന്ന് ഡ്രൈവർ ആരോപിക്കുന്നു. തുടർന്ന് നിരന്തരം ഹോൺ മുഴക്കി. ഇതിൽ പ്രകോപിതരായ യുവാക്കൾ കാർ റോഡിന് കുറുകെയിട്ട് തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തെന്നും ആംബുലൻസ് ഡ്രൈവർ പോലീസിന് നൽകിയ പരാതിയിലുണ്ടായിരുന്നു. നൂറനാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുകൂട്ടരും തമ്മിൽ സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പിലാക്കിയതിനാൽ കേസെടുത്തിട്ടില്ല. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ തുടരുകയാണ്. യുവാക്കളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. കാറിലുണ്ടായിരുന്ന യുവാക്കൾ MVDക്ക് നൽകിയ ദൃശ്യങ്ങളാണിത്. ഇതിൽ ആംബുലൻസ് കാറിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നത് കാണാം. അലാറം ഇടാതെ വന്ന ആംബുലൻസിനെ മറികടന്നതിൽ ഡ്രൈവർക്കുണ്ടായ പ്രകോപനമാണ് തർക്കത്തിന് കാരണമെന്നാണ് യുവാക്കളുടെ വാദം. എന്തായാലും തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാൻ ഇരു കൂട്ടരോടും മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അഭ്യാസികൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ശിക്ഷാ നടപടികൾ നേരിടുകയാണ്. വാഹനമോടിച്ച ആൾ MVDയുടെ എടപ്പാളിലെ കേന്ദ്രത്തിൽ നല്ല ഡ്രൈവിംഗ് രീതി പഠിക്കുന്നു. നടുക്കിരുന്ന യുവാവ് പത്തനാപുരം ഗാന്ധി ഭവനിൽ സാമൂഹ്യ സേവനത്തിലും. ഏറ്റവും പിറകിലിരുന്ന പ്രായപൂർത്തിയാകാത്തയാൾ രക്ഷിതാക്കൾക്കൊപ്പം ഗാന്ധി ഭവൻ സന്ദർശിക്കണം. ഗതാഗത നിയമലംഘകർക്കെതിരെ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും ജാഗ്രതയിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.